ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഈവനിങ് സ്നാക്കായിട്ടുള്ള ഉള്ളിവടയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 വലിയ സവാളയാണ് കേട്ടോ എടുത്തേക്കണത്. അത് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുക, നീളനെ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് കറിവേപ്പിലയാണ്. കറിവേപ്പില കുറച്ച് കൂടുതലുള്ളത് ഉള്ളിവടയ്ക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടോളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്യുക. അപ്പോൾ ഞെരടി മിക്സ് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അതൊന്ന് ഷേപ്പൊക്കെ ആക്കി എടുക്കാൻ കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിവടയ്ക്ക് ഒരു കളറ് കിട്ടാനും കുറച്ച് എരിവോട് കൂടി കഴിക്കാനുമാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഇത്ര എരിവ് ആവശ്യമില്ല എന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. അതിൻ്റെ പകരം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ അതിലേക്ക് 1/4 കപ്പ് കടലമാവും അതുപോലെ 1/4 കപ്പ് മൈദയാണ് ആവശ്യമുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റോളം അത് വെക്കുക. അതിന് ശേഷം അത് നമുക്ക് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കയ്യിൽ തന്നെ വെച്ചിട്ട് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. ഇനി ഇത് എണ്ണ ചൂടായതിന് ശേഷം വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഓയിലാണ് കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് വേവിച്ചെടുക്കണത്. അപ്പോൾ ഓയിൽ ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് അതിലിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.